നമസ്കാരം. ഞാൻ ഗിരിജ നായർ അമ്പലപ്പുഴ. തൻ്റെ കാലത്ത് ധർമ്മം വെടിഞ്ഞ് കാമത്തിലും അർത്ഥത്തിലും മോഹിതരായിട്ടുള്ള ജനതയെ കണ്ട് ദുഃഖിച്ച വാൽമീകി മഹർഷി ഈ ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു മര്യാദാ പുരുഷോത്തമനെ എല്ലാവർക്കും അനുകരിക്കുവാനും എല്ലാവർക്കും സ്വീകരിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയെ തിരയുകയാണ്. ഇന്ന് ലോകത്ത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെല്ലാം വാൽമീകി മഹർഷി തൻ്റെ തൂലിക എടുത്തെഴുതി. 15 ഗുണങ്ങൾ. വർത്തമാനകാലത്തും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്ക് കാരണം ഈ മൂല്യങ്ങളില്ലായ്മ തന്നെയാണ്. ഈ മൂല്യങ്ങളാണ് വാൽമീകി എഴുതിയ 15 ഗുണങ്ങൾ. ധർമ്മജ്ഞനും കൃതജ്ഞനും വിദ്വാനും സമർത്ഥനും പ്രിയദർശനനും തുടങ്ങിയ 15 ഗുണങ്ങളുടെ പട്ടിക എഴുതി. ഇത്രയും ഗുണങ്ങളുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇതിനുത്തരം വ്യക്തമായി തരാൻ പറ്റിയ ഒരു ഗുരുവിനെ ദീർഘകാലം കാത്തിരുന്ന അദ്ദേഹത്തിന് മുന്നിലേക്ക് നാരദ മഹർഷി എത്തുകയാണ്. നാരദ മഹർഷിയെ ആദരിച്ചിരുത്തുന്നതിന് മുൻപേ തന്നെ ആ ജിജ്ഞാസുവിൻ്റെ മനസ്സിൽ തുളുമ്പി നിന്ന ആ ചോദ്യം അദ്ദേഹം നാരദ മഹർഷിയോടങ്ങ് ചോദിച്ചു. അല്ലയോ മഹർഷേ, ഇതാ ഈ 15 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയുണ്ടോ? ഏതൊരു വ്യക്തിയെ പിൻപറ്റിപ്പോയാലാണ് സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കുക? അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടോ? ചോദ്യം വ്യക്തമാണ്. ചോദിച്ചയാൾ താപസ്വിയാണ്. അപ്പോൾ മറുഭാഗത്തുള്ളയാൾ അതിലും കേമനായിരിക്കേണ്ടേ? ആ കേമനെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് തപസ്വാധ്യായ നിരതൻ എന്നാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നാരദൻ ഇപ്പോഴും ഏഷണിക്കാരനും പരദൂഷണക്കാരനും ഒക്കെയാണല്ലേ. അമ്മയും അമ്മുമ്മയും ഒക്കെ കുഞ്ഞുങ്ങളെ മടിയിൽ പിടിച്ചിരുത്തി പഠിപ്പിച്ച് നമ്മൾ നാരദനെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. നാരദൻ്റെ പണിയെടുക്കല്ലേ മക്കളെ എന്ന് പറയുമല്ലേ. സത്യത്തിൽ നാരദൻ ആരാണ്? വാൽമീകി രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകം മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം. നാരദൻ തപസ്സിലും സ്വാധ്യായത്തിലും